ഹായ് ഓൾ, ഏറ്റവും മികച്ച ട്രേഡിംഗ് ഇൻഡിക്കേറ്റർ ഏതാണ്? മൂവിംഗ് ആവറേജ്, MACD, RSI തുടങ്ങിയ എല്ലാ ഇൻഡിക്കേറ്റേഴ്സും ലാഗിങ് ഇൻഡിക്കേറ്റർ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. എന്നാൽ പെർഫെക്റ്റ് ടൈമിങ്ങിൽ പെർഫെക്റ്റ് എൻട്രി കിട്ടാനായിട്ട് എല്ലാ ട്രേഡേഴ്സും എപ്പോഴും ഉപയോഗിക്കുന്ന ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്ററാണ് VWAP എന്ന് പറയുന്നത്, വോളിയം വെയ്റ്റഡ് ആവറേജ് പ്രൈസ് എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്റർ. ഈ ഇൻഡിക്കേറ്റർ എന്താണ്? ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് എങ്ങനെ നല്ലൊരു ട്രേഡിംഗ് സ്ട്രാറ്റജി ജനറേറ്റ് ചെയ്യാം? സോ ഇൻട്രാഡേ ട്രേഡിങ്ങിന് ഈ VWAP എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ ഏറ്റവും സക്സസ്ഫുള്ളി എങ്ങനെ ഉപയോഗിക്കാം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഞാൻ സുനിൽ മത്തായി. നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വെൽക്കം. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്താണ് VWAP എന്ന് പറയുന്നത്? VWAP, വോളിയം വെയ്റ്റഡ് ആവറേജ് പ്രൈസ്. ഇവിടെ നമുക്ക് വോളിയം വരുന്നുണ്ട്, അതും ട്രേഡിംഗ് പ്രൈസും വരുന്നുണ്ട്. ഇത് രണ്ടും കൂടി മെർജ് ചെയ്തിട്ടാണ് നമ്മൾ വോളിയം വെയ്റ്റഡ് ആവറേജ് എന്ന് പറയുന്ന ഈ ഒരു ഇൻഡിക്കേറ്റർ ജനറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഡിക്കേറ്റർ ലാഗിങ് ഇൻഡിക്കേറ്റർ ആയിട്ടുള്ള നമ്മുടെ RSIയോ മൂവിങ് ആവറേജിനേക്കാളൊക്കെ ക്വിക്കും നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നതുമാണ്. അപ്പോൾ എങ്ങനെയാണ് VWAP കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് ആദ്യമേ നോക്കാം. ഞാൻ എൻ്റെ എക്സൽ ഷീറ്റ് ഷെയർ ചെയ്തുകൊണ്ട് ഒരു എക്സാമ്പിൾ കാൽക്കുലേഷനിലൂടെ എങ്ങനെ VWAP നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല. നമുക്ക് നേരെ നമ്മുടെ ചാർട്ടിൽ നമുക്ക് VWAP ഇട്ടിട്ടാണെങ്കിലും VWAPൻ്റെ ലൈൻ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ചാർട്ട്, ഈ ഒരു എക്സൽ ഷീറ്റിൽ ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ എക്സലിൽ കാണുന്നത് TCS എന്ന് പറയുന്ന സ്റ്റോക്സിൻ്റെ കുറച്ച് പ്രൈസുകളാണ്. ഡേറ്റ്, ഹൈ, ലോ, ക്ലോസ്, വോളിയം തുടങ്ങിയ കാര്യങ്ങളാണ്. ഈ ഒരു ഡാറ്റ വെച്ചിട്ട് എങ്ങനെയാണ് VWAP എന്ന് പറയുന്ന ആ ഒരു വാല്യൂ ജനറേറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ പറയാനായിട്ട് പോകുന്നത്. സോ ഞാൻ ഇതിൻ്റെ അടുത്ത ഷീറ്റിൽ ഞാൻ ഓൾറെഡി എല്ലാം കാൽക്കുലേറ്റഡ് ആണ്. സോ നമുക്ക് ഏറ്റവും ആദ്യം ഈ ഒരു പ്രൈസിൽ നിന്ന് ടിപ്പിക്കൽ പ്രൈസ്, അതായത് ഹൈ, ലോ, ക്ലോസ്, ഇതിൻ്റെ ഒരു ആവറേജ് പ്രൈസ് എന്നുള്ള രീതിയിൽ ടിപ്പിക്കൽ പ്രൈസ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നു. അത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം VP, വോളിയം ഇൻറ്റു പ്രൈസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. നമ്മുടെ ടിപ്പിക്കൽ പ്രൈസും വോളിയം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ ഈ ഒരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് VP എന്ന് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ടോട്ടൽ VP നമ്മൾ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഫസ്റ്റ് VP, V ഇൻറ്റു Pയുടെ കൂടെ ഓരോ ടൈമിലും വരുന്ന VP നമ്മൾ ആഡ് ചെയ്ത് VP ഓരോ ടൈമിലും വരുന്ന ടോട്ടൽ VP നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനുശേഷം ടോട്ടൽ വോളിയം, ഓരോ പ്രൈസിലും വരുന്ന ടോട്ടൽ വോളിയത്തിനെ സം ചെയ്ത് നമ്മൾ ടോട്ടൽ വോളിയം കൂടി കണ്ടുപിടിക്കുകയാണ്. ഇനി നമ്മുടെ ടോട്ടൽ വോളിയം പ്രൈസിനെ ടോട്ടൽ വോളിയം കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന പോയിൻ്റാണ് VWAP എന്ന് പറയുന്നത്. ഇതെപ്പോഴും വോളിയം കൂടി ഇതിൻ്റെ അകത്ത് ആഡാകുന്നത് കൊണ്ട് ഇതൊരു ലാഗിങ് ആയിരിക്കില്ല. ഇതെപ്പോഴും അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട്സ് നമുക്ക് തരാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും മാർക്കറ്റ് VWAPനെ എപ്പോഴും വലിയ രീതിയിൽ റെസ്പെക്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ VWAP എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളൊരു സിമ്പിൾ മാത്തമാറ്റിക്സ് ഞാനിവിടെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊന്നും അറിഞ്ഞിരിക്കേണ്ട, നമുക്ക് ജസ്റ്റ് VWAP നമ്മുടെ ചാർട്ടിലോട്ട് ജസ്റ്റ് ഓൺ ആക്കിയാൽ മാത്രം മതി. ഈ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ഒന്നും അറിയില്ലെങ്കിൽ പോലും നമുക്ക് നേരെ ചാർട്ടിൽ പോയിട്ട് നേരെ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സിൽ VWAP നമുക്ക് ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ലൈൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ലൈൻ വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പൊതുവെ പറയുക എന്നുള്ളത് VWAPന് മുകളിലാണ് ക്യാൻഡിൽ ക്ലോസ് ആകുന്നതെങ്കിൽ ആ ഒരു ചാർട്ട് അല്ലെങ്കിൽ ആ ഒരു സ്റ്റോക്ക് വളരെ സ്ട്രെങ്ത് ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് പറയാം. 200 മൂവിങ് ആവറേജിനൊക്കെ മുകളിൽ നിൽക്കുകയാണെങ്കിൽ അതൊരു ബുള്ളിഷ് ട്രെൻഡ് ആണ് എന്ന് പറയുന്നത് പോലെ തന്നെ എന്തുകൊണ്ടാണ് VWAPൻ്റെ ലൈനെ നല്ല ഹൈ വോളിയം ക്യാൻഡിൽ വെച്ച് ഒരു ചാർട്ട് ബ്രേക്ക് ചെയ്ത് മുകളിൽ ആ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ആ ക്യാൻഡിൽ അല്ലെങ്കിൽ ആ ഒരു ചാർട്ട് പാറ്റേൺ ഒരു സ്ട്രോങ് ആയി ക്ലോസ് ആയി ഇനിയും അങ്ങോട്ട് മുകളിലോട്ട് പോകും എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെ ഒരു ക്യാൻഡിൽ VWAPനെ മുകളിൽ നിന്ന് താഴത്തോട്ട് താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്കതൊരു ബീറിഷ് മോഡിലാണ് എന്ന് നമുക്ക് വളരെ ഈസിലി പറയാനായിട്ട് പറ്റും. ഞാനിപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് ഒരു അടിപൊളി VWAP സ്ട്രാറ്റജി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമ്മൾ ഗ്രോയിൽ നമ്മൾ ടെക്നിക്കൽ ചാർട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചതിന് ശേഷം ജസ്റ്റ് ഇൻഡിക്കേറ്റേഴ്സിൽ പോയിട്ട് VWAP എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് VWAP നമ്മുടെ ഡയറക്റ്റ് നമ്മുടെ ചാർട്ടിലോട്ട്
ആഡ് ചെയ്യാൻ പറ്റും. മൂവിങ് ആവറേജും അതുപോലെ തന്നെയൊക്കെ നമ്മൾ ആഡ് ചെയ്ത ഏതൊരു ഇൻഡിക്കേറ്റർ പോലെയുള്ള ഒരു സിമ്പിൾ ലൈനാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. സോ ഇവിടെ സെറ്റിങ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ വിസിബിലിറ്റിയിൽ നിങ്ങൾക്ക് ഡീഫോൾട്ടായിട്ട് ഓൾറെഡി വരുന്ന സെറ്റിങ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. എത്ര ദിവസത്തെ എത്ര കൃത്യമായിട്ടുള്ള ഡേറ്റ ഉണ്ട്. ഇതിൻ്റെ അകത്തൊന്നും നമുക്ക് യാതൊരു ചേഞ്ചസും വരുത്തേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ലൈൻ ഏറ്റവും കൂടുതൽ വോളിയത്തിൽ ട്രേഡ് നടക്കുന്ന ഒരു ഏരിയ ആയിട്ട് നമുക്കിതിനെ ഐഡൻറ്റിഫൈ ചെയ്യാം. ഇപ്പം ഞാനിവിടെ 50 മിനിറ്റ്സ് ക്യാൻഡിലാണ് ഇട്ടിരിക്കുന്നത്. ഇതൊരു 5 മിനിറ്റ്സ് ക്യാൻഡിൽ നിങ്ങൾക്ക് ഇൻട്രാഡേ ലോജിക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ നമ്മൾ പറഞ്ഞതുപോലെ ഈ ഒരു ക്യാൻഡിൽ താഴെ നിന്ന് മുകളിലോട്ട് ബ്രേക്ക് ഔട്ട് നടത്തുന്ന സമയത്ത് ഒരു 5 മിനിറ്റ്സ് ക്യാൻഡിൽ VWAPന് മുകളിൽ ക്ലോസ് ചെയ്യുകയും തൊട്ടടുത്ത ക്യാൻഡിൽ എഗെയിൻ VWAPന് മുകളിൽ ക്ലോസ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ, അതായത് ഈ ഒരു ലെവലിലാണ് ഇപ്പോൾ രണ്ടാമത്തെ ക്യാൻഡിൽ ക്ലോസ് ആയിരിക്കുന്നത്, ഈ ഒരു ലെവലിൽ എഗെയിൻ ക്ലോസ് ആകുകയാണെങ്കിൽ നമുക്ക് അതിനെ ഒരു ബൈയിങ് സിഗ്നലായിട്ട് കൺസിഡർ ചെയ്യാം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഒരു ബൈയിങ് സിഗ്നൽ കിട്ടുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ VWAPലെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് കാര്യമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അതായത് ഒരു 5 മിനിറ്റ്സ് ക്യാൻഡിൽ VWAPന് മുകളിൽ വന്ന് ക്ലോസ് ചെയ്യുകയും തൊട്ടടുത്ത ടൈം ഫ്രെയിമിലെ നെക്സ്റ്റ് ക്യാൻഡിലും VWAPന് മുകളിൽ ക്ലോസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിനെ ഒരു ബൈയിങ് സിഗ്നലായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ട്രേഡ് നമുക്കൊരു ബുള്ളിഷ് സൈഡിൽ ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ക്യാൻഡിൽ 5 മിനിറ്റ്സിൽ VWAPന് മുകളിൽ ക്ലോസ് ചെയ്തു. തൊട്ടടുത്ത ടൈം ഫ്രെയിമിലെ എഗെയിൻ അടുത്ത ക്യാൻഡിൽ എന്ത് പറ്റിയിട്ടുണ്ട്, VWAPന് മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഈ ഒരു അപ്രാലി വളരെ കൃത്യമായിട്ട് VWAPന് മുകളിൽ നടക്കും. ഇത് ഇന്നത്തെ ദിവസത്തെ 5/4/2023 വന്നിരിക്കുന്ന ഒരു സിമ്പിൾ ചാർട്ടാണ്. ഇത് തന്നെ നിങ്ങൾക്ക് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഒക്കെ വളരെ അടിപൊളിയായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് ഡേ ഓപ്പണിങ്ങിൻ്റെ ഒക്കെ ആ ഒരു സമയത്ത് തന്നെയാണ്. അതുകൊണ്ട് കുറച്ച് വോളറ്റൈലിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ വലിയ ടൈം ഫ്രെയിമിലോട്ട് പോവുകയാണെങ്കിൽ, കുറച്ചുകൂടി വലിയൊരു ടൈം ഫ്രെയിമിലോട്ട് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള റിവേഴ്സൽസിനെ ഓൺ സ്പോട്ടിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ എപ്പോഴും VWAP ഭയങ്കര അടിപൊളിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു ഞാനിതൊരു 1 അവർ ചാർട്ടിലോട്ടാണ് ഇട്ടിരിക്കുന്നത്. ഈ ഒരു 1 അവർ ചാർട്ടിൽ നമുക്കറിയാം കൃത്യമായിട്ട് മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ട് വരുന്നൊരു ഫീല് നമുക്കിവിടെ ഉണ്ട് അല്ലേ. കൃത്യമായിട്ട് മാർക്കറ്റ് ഒരു ഡൗൺ സൈഡിലോട്ട് വരുന്നതിന് ശേഷമാണ് ഇവിടെയാണ് ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് കാണാം ചാർട്ട് VWAPൽ ഇങ്ങനെ VWAP ചുറ്റിപ്പറ്റിയാണ് ചാർട്ട് താഴത്തോട്ട് വരുന്നത്. VWAPന് താഴത്തോട്ട് ക്ലോസ് ചെയ്ത് മാർക്കറ്റ് ഡൗൺ സൈഡിൽ വരുന്ന ഈ ഒരു മാർക്കറ്റ് എപ്പോഴാണോ നമ്മുടെ 1 അവർ ക്യാൻഡിൽ VWAPന് മുകളിൽ ക്ലോസ് ചെയ്ത് ഒരു സ്ട്രെങ്ത് കാണിക്കുന്നത്, ഒരു കണ്ടിന്യൂഷൻ കാണിക്കുന്നത്, ഈ ഒരു സമയത്ത് ഒരു എൻട്രി എടുക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു അപ്സൈഡ് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇനിയൊരു ട്രെൻഡ് ചിലപ്പോൾ മുകളിലോട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതകളാണ് കറണ്ട്ലി ഉള്ളത്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇവിടെ എന്തുണ്ട്, ഇവിടെ ഒരു ഡബിൾ ബോട്ടം സ്ട്രക്ചർ ഉണ്ട്. കണ്ടോ, ഒരു W ഷേപ്പ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങളൊരു RSI ഇൻഡിക്കേറ്റർ കൂടി, നമ്മൾ ആദ്യം പഠിച്ച RSI ഇൻഡിക്കേറ്റർ കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഡബിൾ കൺഫർമേഷൻ എടുക്കാൻ പറ്റും. ഇവിടെ എന്തുണ്ട്, ഇവിടെ ഒരു RSI ഡൈവർജൻസ് കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഇവിടെ ഒരു RSI ഡൈവർജൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. കണ്ടോ, വളരെ കൃത്യമായിട്ടുള്ള ഒരു RSI ഡൈവർജൻസ് കാണാൻ പറ്റും. ഡബിൾ ബോട്ടം കാണാൻ പറ്റും. VWAPൻ്റെ കൺഫർമേഷൻ കാണാൻ പറ്റും. അപ്പോൾ ഒരു 3 ഇൻഡിക്കേഷൻസ് നമുക്കൊരു അപ്സൈഡ് കാണിക്കുമ്പോൾ നമുക്കൊരു കൺഫർമേഷനോടുകൂടി കുറച്ചുകൂടി ക്ലാരിറ്റിയോടുകൂടി നമ്മുടെ ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് VWAPൻ്റെ പ്രത്യേകത. സോ ഒരു ബുള്ളിഷ് വ്യൂ എടുക്കുന്നത് പോലെ തന്നെ നമുക്ക് VWAP മുകളിൽ നിന്ന് താഴത്തോട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ബീറിഷ് വ്യൂയിലും ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ചില സമയത്ത് VWAPന് മുകളിൽ ട്രേഡ് ചെയ്യുന്ന ഒരു ചാർട്ട് വളരെ കൃത്യമായിട്ട് VWAPൽ വന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് ബൗൺസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ VWAP എപ്പോഴും ഒരു പ്രോപ്പർ സപ്പോർട്ട് റേഞ്ച് കൊടുക്കുന്നത് നമുക്ക് എപ്പോഴും കാണാൻ പറ്റും. ഏറ്റവും കൂടുതൽ വോളിയത്തിൽ ട്രേഡ് നടന്ന ഒരു ഏരിയ തന്നെയാണ് VWAP എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ VWAP ഒരു മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ടാക്കാറുണ്ട്. അതായത് VWAPന് മുകളിലുള്ള പ്രൈസുകളെ
കൃത്യമായി VWAPൽ കൊണ്ടുവന്ന് അവിടെ പിന്നെയും കുറച്ച് ബൂസ്റ്റ് കൊടുത്ത് ആ ചാർട്ടിൻ്റെ സ്ട്രെങ്ത് കൊടുത്ത് ഓക്കെ മോനെ നീ മുകളിലോട്ട് പോകൂ എന്ന് പറഞ്ഞ് VWAPൽ നിന്ന് വീണ്ടും ഒരു പ്രോപ്പർ റിജക്ഷൻ മുകളിലോട്ട് പോയി നല്ലൊരു അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാറുണ്ട്. ഇതുപോലെ തന്നെയാണ് VWAPന് താഴെ നിൽക്കുന്ന ചില ചാർട്ടുകൾ. എന്താണ്, എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് അവൻ VWAP വരെ എത്തുന്നു, VWAPൽ പെട്ടെന്ന് കുറേ സെല്ലേഴ്സ് ആഡാകുന്നു, എഗെയിൻ ശക്തിയെല്ലാം നഷ്ടപ്പെട്ട് വീണ്ടും ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ ഈ VWAP എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡൈനാമിക് റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് ലൈൻ ആണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ VWAP ബ്രേക്ക് ചെയ്താൽ അത് സപ്പോർട്ടായിട്ടും VWAP ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോകുമ്പോൾ VWAP ലൈൻ ഒരു റെസിസ്റ്റൻസ് ആയിട്ടും എപ്പോഴും ആക്ട് ചെയ്യാറുണ്ട്. VWAPൻ്റെ കൂടെ തന്നെ നമുക്ക് സെക്കൻഡറി കൺഫർമേഷൻ ആയിട്ട് വേണമെങ്കിൽ RSI ഡൈവർജൻസിനെയൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ക്യാൻഡിൽ സ്റ്റിക്സിൻ്റെ വീഡിയോസിൽ പഠിച്ച ക്യാൻഡിൽ സ്റ്റിക്സ് പാറ്റേൺ ഈ ഒരു കൺഫർമേഷൻസിന് എടുക്കാൻ സാധിക്കുന്നതാണ്. അതായത് VWAPൽ നിന്ന് സപ്പോർട്ട് എടുക്കുന്ന സമയത്ത് ഒരു റിജക്ഷൻ ട്രെൻഡ് റിവേഴ്സൽ പാറ്റേണും അല്ല, VWAP ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുന്ന സമയത്ത് ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ പാറ്റേണും ആണ് ഉണ്ടാകുന്നതെന്ന് നമുക്കൊരു ഡബിൾ കൺഫർമേഷൻ എടുക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ചാർട്ടുകളിൽ ബാക്ക് ടെസ്റ്റ് ചെയ്യുക, എപ്പോഴും ശ്രദ്ധിക്കുക സ്റ്റോപ്പ് ലോസ് VWAPന് തൊട്ട് താഴെയോ, നമ്മൾ അപ് ട്രെൻഡിലാണെങ്കിൽ തൊട്ട് താഴെയോ, സെല്ലിങ്ങിലാണെങ്കിൽ തൊട്ട് മുകളിലോ വയ്ക്കാനായിട്ട് നമ്മൾ മറക്കരുത്. വളരെ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു അടിപൊളി ഇൻഡിക്കേറ്റർ തന്നെയാണ് VWAP എന്ന് പറയുന്നത്. ഇതുപോലുള്ള നല്ല സൂപ്പർ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. ഈ ഒരു വീഡിയോനെ കുറിച്ച് നിങ്ങൾക്കുള്ള ഡൗട്ട്സും അതുപോലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ വീഡിയോന് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.